സോറി, എനിക്ക് എന്ത് വേണോന്ന് അറിയില്ലായിരുന്നു. ഇതൊന്നും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. വീട്ടിലെനിക്ക് കല്യാണാലോചിക്കുക. ശരി, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അങ്ങനെയല്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അന്ന് നീ അല്ലേ ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് നിന്റെ അച്ഛൻ എന്ത് വൃത്തികെട്ട ആരോപണം സുഭാഷ് ചേട്ടന്റെ തലയിൽ കെട്ടിവെച്ചത്. എന്നിട്ടും സുഭാഷ് ചേട്ടൻ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വരാൻ നിനക്ക് പറ്റിയോ? ഇല്ലല്ലോ. അപ്പൊ നിനക്ക് നിന്റെ വീട്ടുകാരെ പേടി. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. നിനക്ക് വീട്ടുകാരെ എതിർത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള വോയിസ് നിനക്കില്ല. അപ്പൊ പിന്നെ എന്തിനാ ദിവസം ഇവിടെ വന്ന് സുഭാഷ് ചേട്ടനെ വിഷമിപ്പിക്കാൻ നിൽക്കുന്നത്? വീട്ടുകാർ കണ്ടുപിടിച്ച ആളെ കെട്ടിയാ പോരെ? എനിക്കറിയില്ല, എനിക്ക് സുഭാഷിനെ അത്രയ്ക്ക് ഇഷ്ടം. വീട്ടുകാരനെ ആരുടെ തലയിൽ കെട്ടിവെച്ചാലും എനിക്ക് സുഭാഷിനെ മറക്കാൻ പറ്റില്ല. നീ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല. എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അത് നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. നിനക്ക് സുഭാഷ് ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരെ എതിർത്ത് നിൽക്കാൻ കഴിയണം. അതല്ല, വീടാണ് പ്രധാനമെങ്കിൽ സുഭാഷ് ചേട്ടനെ മറക്കണം. വീട്ടുകാരെ എതിർക്കാനുള്ള ധൈര്യമില്ല. അതേസമയം സുഭാഷ് ചേട്ടനെ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് നിനക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാ. ഇതേ മനസ്സോടെ വേറൊരു കല്യാണം കഴിച്ചാൽ ആ ചെറുക്കനെ വഞ്ചിക്കുന്ന പോലെ ആവില്ലേ? ആദ്യം എന്ത് വേണമെന്ന് നീ തീരുമാനിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കും. വീട്ടുകാരെ അനുസരിക്കാൻ തീരുമാനിച്ചാല് മനസ്സ് അതിനുവേണ്ടി പാകപ്പെടുത്തും. പക്ഷെ തീരുമാനം എന്തായാലും പെട്ടെന്ന് എടുക്കണം. എന്ത് ക്ലാരിറ്റി ഇവൾക്ക്! എങ്ങനെ ഇവളുടെ മനസ്സ് വളയ്ക്കുമെന്ന് ആലോചിച്ച് ഒരു പിടിയുമില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നല്ലേ? നിനക്ക് ഹേർട്ടാവുന്ന എനിക്കറിയാം. പക്ഷെ ഒരു തീരുമാനം എടുക്കാതെ സുഭാഷ് ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരരുത് പ്ലീസ്. ഇത്രയും ഇഷ്ടം ഈ വീടിനോടുള്ളപ്പോ ഞാൻ എങ്ങനെ നിന്നെ വിട്ടുകളയും മോളെ? ഒരു കാലത്തും നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. സുഖമാണോടാ? അതെ സർ. സാറിനോ? ഓ, അങ്ങനെ പോകുന്നു. എന്താടാ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞു? സാറിനെ കാണാൻ സ്റ്റേഷനിലേക്ക് വന്നായിരുന്നേ, അവിടെ ഉണ്ടായിരുന്നില്ല. അതാ പിന്നെ ഫോൺ ചെയ്ത. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതാ സമയത്ത് ഇല്ലാതിരുന്നു. സാറിനെ സമ്മതിക്കണം സാറേ. അല്ല, ഇത്രയും ജോലിയുടെ ഇടയിൽ എന്നെ കാണാൻ വേണ്ടി സമയം ഉണ്ടാക്കി വന്നില്ലേ? യു ആർ ഗ്രേറ്റ് സർ. തള്ളൽ നിർത്തിയിട്ട് കാര്യം പറ. അയ്യോ സാറേ, തള്ളലല്ല സാറേ. സാറിനെ പോലൊരു സീനിയർ ഓഫീസറെ എന്നെ പോലൊരു സാധാരണക്കാരനെ കാണാൻ വരാന്നൊക്കെ പറഞ്ഞാ അത് വലിയ കാര്യമല്ലേ സാറേ? എടാ മോനെ, നിന്നെ പോലൊരു സാധാരണ എന്നെ പോലൊരു പോലീസുകാരനെ പേഴ്സണലായിട്ട് കാണണമെന്ന് പറയുമ്പോ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. എന്നെ കൊണ്ട് സാധിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും എന്ന് ഊഹിക്കാനുള്ള എക്സ്പീരിയൻസ് ഇത്രയും കാലത്തെ ജോലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാ ഭാര്യയുടെ ഫോൺ പൊട്ടി പുതിയത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത്. എന്നാ പിന്നെ നിന്റെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം, അവൾക്കുള്ള ഫോണോ നിന്നെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്യാം എന്ന് ഞാൻ കരുതും. അതൊരു നല്ല ഐഡിയ ആണല്ലോ. സാർ, അപ്പൊ ശരി, എന്താ കാര്യം? അവളുടെ വീട്ടുകാരെന്തെങ്കിലും പ്രശ്നം? അതൊന്നുമില്ല സാറേ. പിന്നെ സാറേ, പ്രശ്നം ഉണ്ടാക്കിയില്ലെന്ന് ചോദിച്ചാ വേറെ രീതിയിലാണ് സാറേ പ്രശ്നം. എങ്ങനെ? അവളുടെ അമ്മയും ഏടത്തെയും ബ്രദറും ഒക്കെ മാറി മാറി ഫോണിൽ വിളിക്കും സാറേ. എന്നിട്ട് ഒരേ കരച്ചില്ല. അത് കേട്ട് 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 അവളുടെ മനസ്സാകെ തകർന്നിരിക്കുക സാറേ. അവരവളെ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കുക. അതുണ്ടാവും, അവര് വലിയ പണക്കാര്, നീ കഞ്ഞിക്ക് വകയില്ലാത്ത ദരിദ്രവാസി. അവർക്ക് സങ്കടം ഉണ്ടാവും. ഒരു കാര്യം ചെയ്യും, കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവളെയും കൂട്ടി നീ അവളുടെ വീട്ടിൽ പോയി താമസിക്കുകയും. കേട്ടിട്ടില്ലേ, ഭാര്യ വീട്ടിൽ പരമസുഖം, ദിനം 4 കഴിഞ്ഞാല് പട്ടിക്ക് സമം. ഒരു പട്ടിയാണെന്ന് വിചാരിച്ച് നീ കൂടിക്കോ, നിന്റെ വീട്ടിലുള്ളതിനേക്കാൾ സുഖമായി. അതിനും അവര് അവളെ മാത്രമാണ് വിളിക്കുന്നത് സാറേ, എന്നെ കയറ്റാൻ കഴിയില്ലെന്ന്. അല്ലെങ്കിൽ പിന്നെ പട്ടിയാണെങ്കിലും പോട്ടെന്ന് വെക്കാമായിരുന്നല്ലേ സാറേ? സാറെന്താ ഇങ്ങനെ? അവർക്കിപ്പൊ ഞങ്ങള് രണ്ടുപേരും പിരിക്കണമെന്ന് അതിനുള്ള പണി അവരെടുത്തോണ്ടിരിക്കുന്നത്. അതിന് നിന്റെ ഭാര്യ കൂടെ സമ്മതിക്കണ്ടേ? അവൾക്ക് എന്നെ കുറച്ചു നാളത്തെ പരിചയമല്ലേ ഉള്ളൂ. പക്ഷെ വീട്ടുകാർ അങ്ങനെ അല്ലല്ലോ സാറേ. അവര് ദിവസവും അവളോടുള്ള കരുതലിനെ പറ്റി പറഞ്ഞ് പറഞ്ഞ് കരഞ്ഞ് 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 അവളുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക സാറേ. ഒരു ദിവസം അവൾ ഇറങ്ങി പോകുന്നുള്ളത് ഉറപ്പാ. അതെ, ഇന്നുള്ളൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, എല്ലാവർക്കും ഇത്രമാത്രം വിഷമമാണെങ്കിൽ നമുക്കങ്ങ് ഡിവോഴ്സ് ചെയ്താലോന്ന്. എല്ലാത്തിനും കാരണം അവളുടെ അമ്മയുടെ കരച്ചില്ല സാറേ. എന്റെ വീട്ടുകാരെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ അമ്മ കരഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോ അവളുടെ കൺട്രോള് വിട്ടു പോവാ സാറേ. അതെങ്ങനെ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണല്ലേ? അത് ശരിയാണ് സാറേ. പക്ഷെ ഈ വീട്ടുകാരുടെ എല്ലാവരും കൂടെ ബ്രെയിൻ വാഷിങ്ങും അതിനകത്ത് അവള് വീഴാ സാറേ. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അവള് പിന്നെ ഒറ്റയ്ക്കല്ലേ, വൈകുന്നേരം വരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി വിളിച്ചോണ്ടിരിക്കുക. അങ്ങനെ ചെയ്ത് ആരാലും ഇടറി പോകും. അതാണ് പോവല്ലോ. അതാണ് അവക്ക് ഉണ്ടായത് സാറേ. എന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാ സാറേ അവക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്. അപ്പൊ എന്നോട് ഇഷ്ടമെന്ന് ആലോചിക്കേ ഇല്ലേ? അവള് കരഞ്ഞ് ഡിവോഴ്സ് ചോദിക്കുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കിടാൻ എനിക്കും പറ്റുന്നില്ല സാറേ. അവളെ എനിക്ക് എന്തോരം ഇഷ്ടമാണെന്ന് സാറിനും അറിയാലോ. അപ്പോ പരസ്പരമുള്ള സ്നേഹം ഒട്ടും ചോരാതെയാണ് നിങ്ങൾ ഡിവോഴ്സിന്റെ പക്കത്ത് നിൽക്കുന്നത്. അതെ സാറേ, അതാണ് എന്റെ പ്രശ്നം. ഇതിലിപ്പോ ഞാനെന്താ വേണ്ടത്? സാറേ, സാർ അവളെ ഫോണിൽ വിളിച്ചൊന്ന് സംസാരിക്കണം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ കല്യാണം ആയതുകൊണ്ട് ഡിവോഴ്സ് ഒന്നും പറ്റില്ല എന്ന് ഒന്ന് പറയണം. പക്ഷെ അതിന് നിയമമില്ലല്ലോ സാറേ. ഈ അനിയന് വേണ്ടി സാറൊന്നും നിയമം വിട്ട് വേറെ വഴിക്ക് സഞ്ചരിക്കണം സാറേ. പ്ലീസ് സർ. സാറേ, അവൾ എന്നെ കൂട്ടി ഒരു വക്കീലിന്റെ അടുത്ത് വരെ പോയതാ സാറേ. അത്രത്തോളം എത്തിയോ? അതെ സാർ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണ് സാർ അവളെ വിളിക്കുന്നതെന്ന് അവളുടെ അടുത്ത് പറയരുത്. പിന്നെ അത് വക്കീൽ അറിയിച്ചെന്ന് പറഞ്ഞാൽ മതി. ഏത് വക്കീലാണെന്ന് പറയുന്നത്? അതാ കുട്ടിക്ക് അറിയില്ല.
അതൊക്കെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം, സാർ ടെൻഷൻ അടിക്കണ്ട. സുധീഷേ, ഇതൊക്കെ നിയമം വിട്ടുള്ള കളിയാ. ഈ സാറേ, ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നും ഈ കല്യാണം നടത്തുന്ന ആളല്ലേ സാറേ? സാറേ പ്ലീസ്. ഫോൺ ചെയ്യുന്നോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ അവളത് ആ വക്കീലിനോട് പറഞ്ഞാലേ അതോടെ തീർന്നു. അയ്യോ, അത് പറയില്ല സാറേ. വേറെ ആരോട് പറഞ്ഞാലും പ്രശ്നമാടാ. സാറേ അത് പറയാതെ ഞാൻ നോക്കിക്കോളാം. സാർ പ്ലീസ് സാർ, ഒരു തവണ, ഒറ്റ തവണ വിളിച്ചാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാൻ വിളിക്കാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അത് നീ അങ്ങ് പോക്കേട്ടിട്ട് എന്നിട്ട് പോയി ഫ്രണ്ടിലും ബാക്കിലും ക്യാമറയുള്ള 5G മൊബൈൽ ഒരെണ്ണം അങ്ങ് വാങ്ങിയേക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്. അല്ല സാറേ, ഞാൻ കാശ് നനഞ്ഞിടം കുഴിക്കുക നാക്കി. വീട്ടിൽ പോടാ. ഓ ശരി. ഫോണിന് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഡിവോഴ്സിന് ഐ ഡി പ്രൂഫ് വേണമെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഐ ഡി പ്രൂഫ് വേണ്ടേ? അതല്ലാതെ രജിസ്ട്രേഷൻ എങ്ങനെ നടന്നു? ഹലോ നിധി, എന്തായി? വക്കീലിനെ കണ്ടല്ലോ അല്ലേ? ഡിവോഴ്സ് മൂവ് ചെയ്തോ? ഇല്ല എടുത്തി, എവിടെ പോയാലും ഐ ഡി പ്രൂഫ് വേണം. ആധാർ കാർഡോ ഏതെങ്കിലും ഐ ഡി പ്രൂഫോ ഇല്ലാതെ പെറ്റീഷൻ മൂവ് ചെയ്യാൻ പറ്റില്ല അത്ര. പോയിട്ടൊന്നും നടക്കാതെ തിരിച്ചു വന്ന് ഇപ്പൊ ഒരു ഐ ഡിയും ഇല്ലാത്ത ആളായി ഞാൻ. ആധാറിന്റെ നമ്പറെങ്കിലും കിട്ടിയ കാർഡ് എടുക്കായിരുന്നു, ഫോണിലുണ്ടായിരുന്നത്. അത് പോയതോടെ എല്ലാം പോയി. അവിടെ ആധാറിന്റെ കോപ്പി ഉണ്ടാവും, ഒന്നെടുത്ത് ആ നമ്പർ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. ഞാൻ നോക്കാം, എങ്ങനെയെങ്കിലും എടുത്ത് അയക്കാം. എത്രയും പെട്ടെന്ന് പെറ്റീഷൻ മൂവ് ചെയ്യണം, അതിനി വൈകരുത്. ശരി എടുത്തി. ഞാൻ പിന്നെ വിളിക്കാം. താഴെ അരുണേട്ടനുണ്ട്, എപ്പോഴാ കയറി വരുന്നതെന്ന് അറിയില്ല. ശരി. What are the documents needed for divorce petition? To file for divorce, you generally need your marriage certificate, Aadhaar or address proof, PAN, utility bills for both spouses, wedding photos and financial records, plus evidence for your grounds. Specific documents vary by case and jurisdiction, but these form the core establishing identity, marital status and financial details. Oof. മോളെ എന്താ തനിയോട് ഒന്ന് ആലോചിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. സുഭാഷ് ഏട്ടാ, എന്താ മോളെ? ഒരു കല്യാണം നടത്താൻ എന്തൊക്കെ വേണം? അത് പെണ്ണും ചെക്കനും എന്തായാലും വേണം. അതല്ല, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നാ ചോദിച്ചേ? ഡോക്യുമെന്റ്സോ? വീടിന്റെയോ? അതല്ല, ഒരു രജിസ്റ്റർ മാരേജ് നടത്താൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടുന്ന ചോദിച്ചേ? അത് എനിക്കൊരു പിടിയില്ല. അല്ല, നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് ആയിരുന്നല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അയ്യോ അങ്ങനെയല്ല, നിങ്ങൾക്ക് അത് കല്യാണം അല്ലെങ്കിലും പോലീസ് അത് രജിസ്റ്റർ ആക്കിയെന്നല്ലേ പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് അറിയില്ലെന്നാ ഉദ്ദേശിച്ചത്. അതാണ് എന്റെ സംശയം ചോദ്യം. ഞാൻ ഇന്നലെ ഡോക്യുമെന്റ്സും കൊടുത്തിട്ടില്ല, എന്നിട്ടും ആ രജിസ്ട്രേഷൻ നടന്നു. എങ്ങനെ? അല്ല, ഈ വയസ്സും അഡ്രസ്സും അറിയാൻ ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് അതൊക്കെ ചോദിക്കുമായിരിക്കും. യെസ്, ചോദിക്കില്ലേ? ആ. ഞാനതൊന്നും കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നോട് ആരോന്നും ചോദിച്ചിട്ടുമില്ല. ചോദിച്ചില്ലേ? എന്നോട് മാത്രം ഇതൊന്നും ചോദിക്കാതെ ചെയ്യില്ലല്ലോ. അതെ. അപ്പൊ അതില്ലാതെ രജിസ്ട്രേഷൻ എങ്ങനെ നടന്നു? മോളത് സുധീഷിനോട് ചോദിച്ചില്ലേ? ചോദിച്ചു. സുധീഷ് ഐ ഡി പ്രൂഫ് ഒക്കെ കൊടുത്തു അത്രേ. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് മാത്രം ഒന്നും വാങ്ങിയില്ല. ഇനി വീട്ടുകാരറിഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാവണ്ടെന്ന് വെച്ച് പ്രൂഫൊന്നും വാങ്ങാതെ കല്യാണം നടത്തിയതാവോ? അങ്ങനെയാണെങ്കിലല്ലേ കൂടുതൽ കുഴപ്പം. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അല്ല, മോളിപ്പോ അതെന്തിനാ ആലോചിക്കണേ? ഒന്നല്ല, വെറുതെ ആലോചിച്ചൊന്ന് മാത്രം. എന്നാ ശരി. എന്താ നോക്കുന്നേ? കുളിക്കാൻ പോകുമ്പോ ആരും എഴുന്നേറ്റിരുന്നില്ല. അതെ, നിധി കുടുംബത്തിലേക്ക് പോയ ഉടനെ എല്ലാ അമ്മമാരും എഴുന്നേറ്റു. കിണറ്റിക്കര ചെന്ന് കുളിയും പല്ലുതേപ്പും ഒക്കെ ആയിട്ട് എല്ലാ അമ്മമാരും തയ്യാറാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ? ഇതൊരു റുട്ടീൻ ആയാല് രാവിലെ 7 മണിക്ക് ശേഷം അവര് വിചാരിച്ച പോലെ കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാനേ ചായ ഉണ്ടാക്കാം. ഞാനേ ഇഡലിക്ക് മാവ് വെക്കട്ടെ, കുടി. അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. രാവിലെ തന്നെ അതെല്ലാം അങ്ങ് ചെയ്തു. സുധീഷാണോ ചെയ്ത്? എന്ന് മുറ്റം അടിക്കാൻ എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ? ആഹാ, അത് കൊള്ളാലോ. അതിരാവിലെ പെണ്ണുങ്ങൾ തന്നെ മുറ്റം അടിക്കണമെന്ന് ഈ വീട്ടിൽ ആരും വിചാരിക്കാറില്ല. അത് മാത്രമല്ല, ആക്ച്വലി ആണും പെണ്ണും തമ്മിലുള്ള തുല്യത ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരാ ഇവിടെ. അയ്യോ, മതി നിർത്ത്. തല്ലി മറിക്കല്ലേ, താങ്ങാൻ വയ്യ. എന്തായാലും അടിച്ചു വരുന്നത് സുധീഷ് ആണെങ്കിൽ നന്നായിട്ടുണ്ട്. താങ്ക് യു. അതെ, ആ ടാക്സ് ഞാൻ പറയണ്ടോ? മുറ്റം ഇവിടെ അടിച്ചു വരും, ഞാൻ നടത്തി. സുധീഷയുടെ നുണ പറയാ. അല്ല, ഞാൻ ഇതിലും നുണയോ? അല്ല, ആ ഭാഗത്തൊക്കെ ഞാനാ തൂത്തെ. ആര്? എന്താണ് നികേഷ് ഇത്? അതൊക്കെ ഇട്. എങ്ങനെയുണ്ട് എന്റെ പണി? നീറ്റ് ആയിട്ടുണ്ട്, കൺഗ്രാചുലേഷൻ. എനിക്ക് സുഭാഷേട്ടാ അലക്കാനാണോ? എന്റെ വല്ലതും ഉണ്ടോ? ഇല്ല, എന്റെ ഞാൻ കഴിയും. സുഭാഷ്, ഇതും കൂടി അലക്കിക്കോ. ശരിയാടാ. വേണ്ട സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടാ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ ലോണ്ടറി സർവീസ് നടത്തുന്നുണ്ടോ? ഏറ്റവും താഴെയല്ല നികേഷ് വരെ തുണി അലക്കാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? സുഭാഷ് ഏട്ടൻ ചെറുപ്പം മുതൽ അത് ചെയ്തെന്ന് വെച്ചിട്ട് എപ്പോഴും മുതലാക്കാൻ നോക്കരുത്. ഞാനെന്താ മുതലാക്കിയെന്ന്? അത് എനിക്ക് സോപ്പിന്റെ അലർജി ഉള്ളതുകൊണ്ടോ? ശീലമാകുമ്പോ അത് മാറിക്കോളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഈ വീട്ടിൽ ഇനി അവനവന്റെ കാര്യങ്ങൾ അവനവൻ ചെയ്യണം. എല്ലാത്തിനും സുഭാഷ് ഏട്ടൻ കാത്തു നിൽക്കരുത്, കേട്ടല്ലോ? എന്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ കഴുകാറ്. ശരി, അതുകൂടെ എപ്പോഴത്തേക്ക് ഞാൻ ചെയ്തേക്കാം. ശരിയാവില്ല. രാവിലെ മുതൽ ഈ വീട്ടിലെ എല്ലാ പണിയും സുഭാഷ് ഏട്ടനല്ലേ ചെയ്യുന്നത്. ഈ പണി ചെയ്യണ്ട, കേട്ടല്ലോ? ഒന്ന് മാറി തുപ്പിക്കടാച്ചാ. എന്റെ വീട് എന്റെ പറമ്പ്, ഇവിടെ എവിടെ തുപ്പണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് പറ്റില്ല. ഇപ്പൊ സംസാരിക്കുന്നതേ അച്ഛനെയും കൂടി ചേർത്താ. യു ആർ ഓൾറെഡി ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എന്റെ ദിശയാ. എങ്കിൽ ഈ വീട്ടിൽ അച്ഛൻ മാത്രം ഉണ്ടാവാൻ പാടില്ലായിരുന്നു, വേറെ ആരും പാടില്ലായിരുന്നു. എന്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോ പോലും എനിക്കൊരു റൂൾസും ബാധകമില്ലായിരുന്നു. നീ ഇത് എന്ത് ഭാവിച്ചടാ? മുറ്റത്തൊന്നും വെടി കത്തിക്കരുത്, തുപ്പരുത്. What do you think about me? This is my house. ഇവിടെ my rules only. Okay? എന്റെ അനിയത്തി ലളിതയുടെ മകൾ സുനന്ദയുടെ കല്യാണം ഫിക്സ് ചെയ്തേ. അതിനു മുമ്പ് സുനന്ദയെ കാണാനോ അവളുടെ മനസ്സ് മാറ്റാനോ ശ്രമിച്ചാൽ അത് നോക്കി ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. ഒന്നെങ്കിൽ ഞാൻ സുഭാഷേട്ടന്റെ കൂടെ നിൽക്കണം,
അല്ലെങ്കിൽ എന്റെ വീട്ടുകാരോട് കൂടെ നിൽക്കണം. എനിക്ക് രണ്ടിനും പറ്റുന്നില്ല. സുഭാഷേട്ടൻ എനിക്ക് വലിയ ഇഷ്ടം.